ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവകാലമാണ് 2025 പകുതിയോട് കൂടി. 2026 സമീപ സമയത്ത് CPM-ൻ്റെ പാർട്ടി സമ്മേളനവും സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ സമുദായത്തെ കൂടെ നിർത്തുക എന്നുള്ളത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ അതെത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിലാണ് സംശയം. CPM-നെ പറ്റി പൊതുവെ ആളുകൾ പറയുന്നത് അത് ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഞാനും അത് പലപ്പോഴും ഞാൻ വളരെ സെക്കുലറായി ലൈഫ് പിന്തുടരുന്ന ആളായിരുന്നു. വിശ്വാസിയാണ്, പക്ഷേ സെക്കുലറാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ ആശയങ്ങൾ ഞാനും പങ്കുവെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു മുസ്ലിം ലൈനിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒന്നിനെയും പോകാൻ പാടില്ല, അല്ല പോകാം, ഒന്നിലേക്ക് വലിയാൻ പാടില്ല, അല്ലെ ഒന്നിനെ കൂടുതൽ ചായ്വ് പാടില്ല. ഞാൻ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡെപ്ത് പഠിക്കുമ്പോഴല്ലോ അങ്ങനെയല്ല അത് സത്യത്തിൽ. CPM കുറച്ചും കൂടി CPM-ന് ഒരു മുസ്ലിം പ്രാതിനിധ്യം വരണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മുസ്ലിംസിൻ്റെ സെൻസിബിലിറ്റി കുറച്ചും കൂടി അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ ഹമാസ് പോലുള്ള ഇവിടെ ആരെയും ബാധിക്കാത്തൊരു വിഷയം. അല്ലെങ്കിൽ CPM നമ്മളോ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല ഹമാസ്. വി ആർ സപ്പോർട്ടിങ് പലസ്തീൻ, നോട്ട് ഹമാസ്. വി ആർ സപ്പോർട്ടിങ് PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് അഖാഫത്ത്, നോട്ട് ഹമാസ്. പക്ഷേ ഹമാസ് അവിടെ തോന്നിയാസം കാണിച്ച് അവിടെ 45,000-50,000 ആളുകൾ ഇസ്രായേലുകാരെ കൊണ്ട് കൊല്ലിച്ചപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്തുള്ള ഒരു ഒരു അടുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാഴ്ചക്കെട്ടോ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് റിയാലിറ്റി നമ്മൾ നോക്കും എന്താണ് ശരിക്കും വേണ്ടത്. CPM ഒരു യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ്. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേരളത്തിൽ ആ പാർട്ടി യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ പാർട്ടിക്ക് നിൽക്കാൻ പറ്റില്ല. ഗോവിന്ദ മാഷ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വൈരുദ്ധ്യ മോദികൾ അതൊക്കെ എടുത്തു കളയേണ്ട സമയമായിരുന്നു മുമ്പ് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ മാഷ് വന്നതിൻ്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചില മാറ്റങ്ങൾ ഒരുപക്ഷെ വരേണ്ടതാണ്. അപ്പം അടുത്ത കാലത്ത് നമ്മൾ പൊതുവേ CPM ഒരു മുസ്ലിം പക്ഷപാതം കാണിക്കുന്നു എന്നുള്ള ഒരു കാരണമായി പറയുന്നത് ഈ മദനിയോട് എടുത്ത നിലപാടും ഈ പറയുന്ന ഹമാസ് വിഷയങ്ങളൊക്കെ. CPM-ൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്ന വിശ്വാസിയായ ഒരു മുസ്ലിം പോലും എനിക്ക് തോന്നുന്നില്ല ജില്ലാ കമ്മിറ്റിൻ്റെ കൂടുതൽ പോയിട്ടുണ്ട്. അതായത് മുസ്ലിം പേരുകാരായിട്ടുള്ള ആളുകളുണ്ടോ, പക്ഷേ അവരൊന്നും പ്രോപ്പർ സെൻസിൽ പള്ളിയിൽ പോകുന്ന നോമ്പെടുക്കുന്ന മുസ്ലിങ്ങൾ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇന്നത്തെ പാർട്ടി സെറ്റപ്പിൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം തന്നെ ഈ പറയുന്ന ഭക്തി ഒരുപക്ഷെ ഉള്ളിലുണ്ടാവാം, പക്ഷേ 5 നേരം നിസ്കരിക്കുകയും വെള്ളിയാഴ്ച കൃത്യമായി ജുമായ്ക്ക് പോവുകയും ചെയ്യുന്ന ആളുകളല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പോകുന്ന ഒരാളെ എനിക്കറിയാവുന്നത് നമ്മൾ ആരിഫാണ്. ആരിഫ് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആരിഫ് കൃത്യമായ 5 നേരം നിസ്കരിക്കും, കൃത്യമായി ജുമായ്ക്ക് പോകും, കൃത്യമായി നോമ്പെടുക്കുന്ന ആളാണ്. ആരിഫ് ജില്ലാ കമ്മിറ്റി പോലും ഇല്ല. സത്യത്തിൽ CPM മലപ്പുറം സമ്മേളനത്തിലാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ പറയുന്ന വിശ്വാസികളായ മറ്റേന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിഭാഗത്തെ കുറച്ച് യുക്തിവാദത്തിൻ്റെ തലത്തിലുള്ള മുസ്ലിം പേര് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേരുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്, വിശ്വാസികളായ ആളുകളെ പാർട്ടിയായിട്ട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി എടുക്കുന്നത്. ആരിഫൊക്കെ അതിന് മുമ്പേ പാർട്ടിയിൽ വന്ന ആളാണ്, SFI തൊട്ടേ പാർട്ടിയിൽ വന്ന ആളാണ്. അപ്പം ഈ അങ്ങനെ വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുകയും ജുമാക്ക് പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ നോക്കുമ്പം അങ്ങനെയുള്ള ഇവരാരും വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു ഹൈറാർക്കിയിൽ ഒരു ജില്ലാ കമ്മിറ്റിക്ക് മുകളിൽ ഒരു നല്ല വിശ്വാസി ഒരാൾക്ക് കയറി പോകാൻ പാടാണ്. അതിപ്പോൾ അങ്ങനെ അല്ലാതെ ഹംസക്ക മാത്രമേ ഉണ്ടായിരുന്നു. ഹംസക്ക പക്ഷേ കോൺഗ്രസ് എന്ന് വന്ന ഒരാൾ മലപ്പുറത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ ഹംസക്കാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഹംസക്ക അങ്ങനെ പോയത്. വേറെ ഒരാളും അങ്ങനെ ആ രീതിയിൽപ്പെട്ട ഒരാൾ പോയതാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പണ്ടത്തെ യുക്തിവാദത്തിൻ്റെ കടുംപിടുത്തം അത്രയല്ല. എന്നാൽ മുസ്ലിം സെൻസിബിലിറ്റിയെ ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബേസിക്കലി അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരാകുമ്പോൾ എന്ന് വെച്ചാൽ ബേസിക്കലി പൊതു യുക്തിവാദത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിൽക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പാർട്ടി ആ നിലപാടൊന്ന് മാറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് 5 നേരം നിസ്കരിക്കുകയും ഈ പറയുന്ന നോമ്പൊക്കെ എടുക്കുന്ന ആളുകളെ അവരെയും കൂടി സംസ്ഥാന കമ്മിറ്റി ഉൾക്കൊള്ളാൻ പറ്റും. അല്ല, അതുകൊണ്ടൊക്കെയാണോ ഈ മുസ്ലിം സമുദായം അകലുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ പിണറായി പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വെൽഫെയർ പാർട്ടി ഇവരുടെയൊക്കെ ഒരു സ്വഭാവമാണിപ്പോൾ മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നത്?
അല്ല, അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിൽ പിണറായി പറയുന്നതിൽ ഒരു ഘടകമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അല്ലെങ്കിൽ സലഫി ഐഡിയോളജിയുടെ സ്വാധീനം മുസ്ലിം കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളുടെ കൂടി വരുന്നുണ്ട്. അതൊരിക്കലും സി പി എമ്മിന് അംഗീകരിക്കാൻ പറ്റും. സി പി എം ഒരിക്കലും ഇസ്ലാമിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല, എന്നാൽ മുസ്ലിങ്ങളോട് പ്രശ്നമില്ല. അപ്പം അത് അദ്ദേഹം പറഞ്ഞതിലോ കാര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പം ഇപ്പോൾ തങ്ങൾ തന്നെ ഹാഹിയ സോഫിയ വിഷയത്തിൽ ആ പള്ളിയാക്കിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയില്ലേ? അത് ലീഗിൻ്റെ നിലപാടല്ല, സെക്യുലർ നിലപാടല്ല, അതൊരു ഇസ്ലാമിസ്റ്റ് നിലപാടാണ്. പക്ഷേ ഇത്രയും ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ അത് മനുഷ്യാവകാശത്തിൻ്റെ പുറത്താണെങ്കിലും ചില സമയത്തൊക്കെ ഇവിടെ എല്ലാ പാർട്ടികളും സ്വാധീനിക്കണം. ഹമാസ് വിഷയത്തിൽ അത് സംഭവിച്ചു. ഹമാസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്താണ്. ഹമാസാണ് ഈ ദുരിതം ഉണ്ടാക്കി, അതിനെ എക്സ്പോസ് ചെയ്തിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പലരും ഇതൊരു തെറ്റിദ്ധാരണയാണ്, ഭയങ്കര മുസ്ലിം ചായ്വ് കാണിക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ല. അത് ആ പാർട്ടി അവരവരുടെ സെക്യുലർ ബാലൻസ് നിലനിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. സത്യത്തിൽ മുസ്ലിങ്ങൾ ആ രീതിയിൽ പരിഗണന മുസ്ലിങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക് വലിയ സംശയമാണ് ആ പാർട്ടിയിൽ. അപ്പോൾ ഈ മുസ്ലിം എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന വിശ്വാസികളായ മുസ്ലിങ്ങൾ, അല്ലാത്ത ആ പാർട്ടിക്കാരായ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. വിശ്വാസികൾ കൂടിയായ മുസ്ലിങ്ങൾ അവർ പലപ്പോഴും എന്താണ് ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം നല്ല കപ്പം ആരിഫ് ഗൗരിയമ്മേനെ തോൽപ്പിച്ചാണ് വന്നത്. കഴിഞ്ഞ തവണ ഒഴിച്ച് എല്ലാ സ്ഥലത്തും ആരിഫ് ജയിച്ചതാണ്. ആരിഫിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ വലിയ ദേശീയ നേതാക്കന്മാർ വരെ പ്രധാന എതിരാളികൾ ലക്ഷക്കണക്കിന് വോട്ടിന് തോറ്റപ്പോൾ ഡീസൻ്റ് ആയിട്ടാണ് ആരിഫ് തോൽക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നമ്പർ 2 നേതാവിനോടാണ് തോൽക്കുന്നത്. ഇത്രയും സ്വാധീനം ഒക്കെ പ്രയോഗിച്ചിട്ട് ഇലക്ഷന് അത്ര വലിയ പരാജയം ആരിഫിനുണ്ടായിട്ടില്ല. ആരിഫിന് എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്? അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള SFI എന്നൊക്കെ താഴെ തട്ടുന്ന വന്നാൽ എന്നാൽ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ സെക്കുലറിസം എന്ന് വെച്ചാൽ മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ മതം ഇല്ലാത്തതല്ല, എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ഇത്തവണ തന്നെ പാർട്ടി സമ്മേളനം വെച്ചോ നിങ്ങൾ ഇപ്പം ഈ പാർട്ടി മുസ്ലിം ചായ്വ് കാണിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയൊരു അല്ല എന്നുള്ള ദൃശ്യമാണ് ഈ പാർട്ടി സമ്മേളനം. ഈ പാർട്ടി സമ്മേളനം വെച്ചിരിക്കുന്നത് നോമ്പ് സമയത്താണ്. അതായത് നോമ്പും നിസ്കാരവും ഒക്കെ ഉള്ള എത്ര മുസ്ലിം സഹാക്കന്മാർക്ക് ഈ വോട്ട് മാസത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റും? 30 നോമ്പെടുക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് അന്നത്തെ ദിവസം, ഈ വെയിലത്ത് പ്രത്യേകിച്ച്. അപ്പം ഈ ന്യൂനപക്ഷത്തെ മുഴുവൻ അങ്ങ് ഒഴിവാക്കിയല്ല. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പൊതുവെ CPM നേരിടുന്ന വലിയൊരു പ്രശ്നം ഇതിപ്പാണല്ലോ, ഈ മുസ്ലിം ചായ്വ് കാണിക്കുന്നത്. അങ്ങനെ ചായ്വ് കാണിക്കുന്നില്ല ആ പാർട്ടി എന്നുള്ളതാണ് സത്യത്തിൽ. ഇങ്ങനെ ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ചില ഹൈപ്പർബാൾസ് വലിയ ചില വിഷയങ്ങൾ ഇന്റർനാഷണൽ വിഷയങ്ങൾ എടുത്ത് അതിന് വലിയ ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ അത് മുസ്ലിം ചായ്വ് കാണിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുന്നേ. പക്ഷേ ഇവരെ അകലുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴല്ലേ ഇവരെ വർഗീയവൽക്കരിക്കാനൊരു ശ്രമം നടത്തുന്നത്. വയനാട്ടിൽ വെച്ച് തുടങ്ങിയതാണ് പിണറായി വിജയൻ. അല്ല, അതങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ണൂര് പ്രധാനപ്പെട്ട ആൾ P ജയരാജനാണല്ലോ. അപ്പം ജയരാജേട്ടൻ്റെ കാര്യം എനിക്കറിയാം. ഞാൻ പണ്ട് ഇതിപ്പം ഞാനൊക്കെ തന്നെ ഇതിനൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഇപ്പോഴും ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കൈൻഡ് ഓഫ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാനെതിരാണ്. അന്ന് ജയരാജേട്ടൻ എന്നെ കൊണ്ട് ലേഖനം എഴുതിപ്പിച്ചിട്ടുണ്ട് പെരുന്നാളിന് പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകൾ നമ്മളെ പൊതുശത്രുക്കളാണ് എന്ന് ഈ ലേഖനം എഴുതി അന്നേ കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ പണ്ടേ കണ്ണൂർ ഇപ്പം എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കുറച്ചൊരു അടുപ്പുണ്ടായിരുന്ന ഈ കണ്ണൂർ ടീമുമായിട്ടാണ് പാർട്ടിയുടെ. പിണറായി ആയിരുന്നു അടുപ്പല്ല, കൊടിയേരി ചെറിയ പരിചയം ഉണ്ടായിരുന്നു, ജയരാജേട്ടനൊക്കെ അറിയാം. അപ്പം അവരന്നേ അതിശക്തമായി ഈ രണ്ടെണ്ണത്തെ ഒരേപോലെ കാണുന്ന ആളുകളാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ഈ ഹമാസൊക്കെ കയറി ഇതൊരു മുസ്ലിം ചായ്വ് കൂടുതൽ കാണിക്കുന്ന ഒരു ഫീൽ വരും. പിന്നെ പലപ്പോഴും മുസ്ലിം പേരുകാർ ഇപ്പം പണ്ട് ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു ഇമ്പിച്ചി ബാബ അല്ല അംസക്ക് അങ്ങനെ ചുരുക്കം ചില ആളുകളുണ്ടായിരുന്നു. ഇപ്പം മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകൾ ഇപ്പം ലീഡർഷിപ്പിലുണ്ട്. സത്യത്തിൽ ഈ മുസ്ലിം പേരുള്ള ആളുകൾ ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ഫീൽ ഉണ്ടാക്കുമ്പോഴും അവരെല്ലാ അർത്ഥത്തിലും ആ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്നത്തെ രീതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കുള്ള ഒരാൾ ആ രീതിയിൽ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ നിലപാട് പാർട്ടി മാറ്റേണ്ടതായിട്ടുണ്ട്. വിശ്വാസികളായ ആളുകൾക്ക് കൂടി, വിശ്വാസികൾ എന്നല്ല ആ രീതിയിൽ ഈ പറയുന്ന അത് ആചരിക്കുന്ന ആളുകൾക്ക് കൂടി എല്ലാ സമുദായവും ഇസ്ലാം മാത്രമല്ല റെപ്രസെൻറ്റേഷൻ കൊടുക്കും. എങ്കിലാണ് BJPയോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് വിശ്വാസികളോട് അവർ അതിരുകൾ കൽപ്പിച്ചിട്ടില്ല. ഇന്ത്യയിൽ CPM പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ CPI പ്രവർത്തിക്കുന്നത് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പാർട്ടികളൊക്കെ പോലെ തന്നെയാണ്. സഭയിൽ വിശ്വാസികൾക്ക് വിശ്വാസമുള്ളത് കമ്മ്യൂണൽ എലമെൻ്റ്, ഇസ്ലാമിസ്റ്റ് എലമെൻറ്റോ അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ എലമെൻറ്റോ തീവ്ര ഹിന്ദുത്വ എലമെൻറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാം. പക്ഷേ വിശ്വാസം ഒരിക്കലും ഈ പറയുന്നതിൻ്റെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നിങ്ങളെ രാഷ്ട്രീയ പ്രവർത്തി കഴിവ് തെളിയിക്കുന്നത് തടസ്സമാകാൻ പാടില്ല. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം CPMന് വേറൊരു സംഭവം വെച്ച് ഇങ്ങനെയുള്ള ഇപ്പം ശരിയായ ഇപ്പം ഞാനിപ്പോൾ ആരിഫ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ആലപ്പുഴയാണല്ലോ ഈ പ്രശ്നങ്ങളൊരു കേന്ദ്രം. പിന്നെ ഞാൻ ആരിഫിൻ്റെ കുട്ടിക്കട നന്നായിട്ട് ചകഞ്ഞതാണ്. ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ തലവടി എന്നൊരു സ്ഥലത്ത് അവിടെ ആരിഫ് മുമ്പ് താമസിച്ചിരുന്നത്. എറണാകുളത്ത് ചേർത്തലേൻ്റെ അടുത്ത് അരൂര്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ആയിരുന്നു ആരിഫിൻ്റെ വാപ്പ.
അപ്പം ഞാനവിടെയുള്ള ഈ സഹാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ പണ്ട് ആരിഫ് ഈ എസ് എഫ് ഐൻ്റെ മെമ്പർഷിപ്പുമായിട്ട് ഇവരോ കൂടെ ഓരോ വീടും കയറി ഇറങ്ങിയ ആളാണ്. അന്നോട്ടെ പാർട്ടിയിലുള്ള താഴെത്തട്ടുന്ന് വന്ന് മുസ്ലിം പ്ലസ് കമ്മ്യൂണിസ്റ്റ് ആയ ആളാണ്. നമ്മളെ റിയാസും അങ്ങനെ തന്നെയാണ്. റിയാസ് ഞങ്ങളെ നേതാവായിരുന്നു. റിയാസ് ഈ പറയുന്നതിൻ്റെ അതിൽ റിയാസ് ഞാനുള്ള കോൺഗ്രസ്സുകളുള്ള സമയത്ത് ജില്ലാ കമ്മിറ്റിയിലാണ്, ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ ഞങ്ങളോടൊക്കെ ഈ മെമ്പർഷിപ്പ് വന്നിട്ട് സെൻറ്റ് തോമസ് കോളേജ് സ്കൂളിൻ്റെ അടുത്തുകൊണ്ട് വെക്കാൻ പറയുന്നത് പിള്ളേർ കൊടുക്കാൻ റിയാസ് എന്ന് പറയും. അവരൊക്കെ അങ്ങനെ വന്നാൽ പക്ഷേ ഈ പറഞ്ഞ വിശ്വാസം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് വലിയൊരു അവരാണല്ലോ CPM-ൻ്റെ അല്ലെങ്കിൽ CPI-യുടെ വലിയൊരു വിഭാഗം ആളുകൾ. അവിടെ നിന്ന് ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം ഈ മുസ്ലിം പ്രീണനം എന്ന ഫീൽ ഉണ്ടാക്കുന്നതെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. ആ പ്രീണനം ആ ഫീൽ അങ്ങ് മാറ്റിയാൽ മതി. ഇപ്പോൾ ആരിഫിനെ പോലെയുള്ള ആളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ആലപ്പുഴയിലുള്ള സാധാരണ സഹാക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അവർക്ക് അറിയാവുന്ന ആളാണ് ആരിഫ്. അല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട് ഇപ്പം മെഹബൂബ് ജില്ലാ സെക്രട്ടറി. മെഹബൂബ് നമ്മളെ നാട്ടുകാരനാണ്, പക്ഷേ കുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് രീതിയിലാണ്. അപ്പോൾ കോഴിക്കോട്ടെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും മെഹബൂബിനെ അറിയാതെ. ഞങ്ങളുടെ നാട്ടിൽ വളരെ ഫീൽഡിലുള്ള ആളാണ് മെഹബൂബ്. അപ്പം അതൊരു വിവാദമാകത്തുണ്ട്. മെഹബൂബ് എന്ന് വെച്ചാൽ വളരെ ഫീൽഡ്, വളരെ ഞാനൊക്കെ കുട്ടിക്കാലത്തെ കേട്ടത് ഫുൾ ടൈം അയാൾ വീട്ടിൽ പോയാൽ കാണുന്നത് ഫുൾ ടൈം ഫീൽഡിലാണ്. ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിപ്പോൾ എലത്തൂർ വന്ന സമയത്ത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പം ജില്ലാ സെക്രട്ടറി മെഹബൂബ്. അത്തരം സഹാക്കളുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക, അവരെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവർക്ക് പ്രാതിനിധ്യം ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടർ മാത്രമേ പാർട്ടിക്കാരുമാവൂ. ഒന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൃത്യമായി പോകുന്നല്ലോ. ഒന്ന് ഈ പറയുന്ന പോലെ വളരെ ഒരു വിശ്വാസം, പേര് കൊണ്ട് വിശ്വാസി എന്ന് ഫീൽ ഉണ്ടാക്കി, എന്നാൽ ആ രീതിയിൽ കൃത്യമായ ചിട്ടകൾ പാലിക്കാത്തൊരു വിഭാഗം ആളുകൾ. പിന്നെ വേറൊന്ന് നുഴഞ്ഞു കയറുന്ന ഇസ്ലാമിസ്റ്റ് എലമെൻറ്റുകൾ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഉൾക്കൊള്ളാനേ പറ്റില്ല. പിന്നെ വിശ്വാസത ഉൾക്കൊള്ളാൻ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ആചാരങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്ന ആളുകളെ കൂടി അതിൻ്റെ ഭാഗമായി കൊണ്ടുവരണം. അവർ വർഗീയവാദികളല്ല, അവർ ഇസ്ലാമിസ്റ്റുകളല്ല, അവർ വിശ്വാസികളാണ്, സെക്യുലറിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി പ്രാതിനിധ്യം കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ മതി ഈ സംസ്ഥാന സമ്മേളനം കാണുമ്പോൾ മിക്കവാറും താഴെത്തട്ട് ചർച്ച ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുസ്ലിം സഹാക്കളുടെ ഇവർക്ക് പലരും നോമ്പെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പെടുത്തുകൊണ്ട് എങ്ങനെ ഇതിൽ ഇപ്പോഴത്തെ ചൂടിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. അത് കമ്മ്യൂണലിസം ഒന്നുമല്ല. അത് ഇവിടുത്തെ ഹിന്ദുസിന് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഹിന്ദുസ് എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തിനോടൊന്നിനെ കൂടെ ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്നു തോന്നുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഈ പറഞ്ഞ ഹമാസ് പോലുള്ള വിഷയങ്ങൾ കുറച്ചും കൂടി സുചിന്തിതമായിട്ട് യുക്തിഭദ്രമായിട്ട് ഇടപെടുകയും പിന്നെ ഈ പറയുന്ന വിശ്വാസികളോട് അവരർഹിക്കുന്ന റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തുകൊണ്ട് അവർ വിശ്വാസികളായി തന്നെ പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ CPM-ന് ഒരു ഭീഷണി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെയുള്ള പിന്നെ മറ്റു സമുദായത്തിൻ്റെ സഹാക്കൾക്കും, അതായത് ഇവിടെ മൈനോറിറ്റി മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ്, പിന്നെ മെജോറിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി, CPM-ൽ ഏറ്റവും കൂടുതൽ ഈഴവാസനാണ്, ഹിന്ദുസുമാണ്, പിന്നെ നായേഴ്സുമാണ്. അവർക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയായ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല. ഉണ്ടാവുന്നത് ഈ ഇസ്ലാമിസ്റ്റ് എലമെൻറ്റുകളെയും അല്ലെങ്കിൽ സോക്കോൾഡ് തീവ്ര എലമെൻറ്റുകളെ ഉൾക്കൊള്ളുമ്പോഴാണ്. ആ തീവ്ര എലമെൻറ്റുകൾ ഉൾക്കൊള്ളാതിരിക്കാൻ പാർട്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വിശ്വാസികൾ കൂടി പ്ലേസ് കൂടി കൊടുത്താൽ അത് സെറ്റാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.